നമസ്കാരം. നിലയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ചാലിശ്ശേരിയിൽ വീട്ടമ്മയെ കമ്പിപ്പാറ കൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ അയൽവാസിയും സുഹൃത്തുമായ പ്രതി രാജൻ ചാലിശ്ശേരി പോലീസിന്റെ പിടിയിലായി. ചാലിശ്ശേരി കമ്പനിപ്പടിയിലാണ് ദാരുണമായ സംഭവം. ചാലിശ്ശേരി സിവിൽ സപ്ലൈസ് ഗോഡൌണിലെ ജീവനക്കാരിയും 2 കുട്ടികളുടെ അമ്മയുമായ ബബിതയെയാണ് ഇരുമ്പ് കമ്പി കൊണ്ട് തലയ്ക്കടിയേറ്റ നിലയിൽ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. സംഭവത്തിൽ അയൽവാസിയും സുഹൃത്തുമായ രാജനെ ചാലിശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു. വെള്ളിയാഴ്ച പുലർച്ചെ 5:30 ശേഷമാണ് വീട്ടമ്മ ആക്രമണത്തിനിരയായത്. ഇരുമ്പുവടിയുമായി എത്തിയ പ്രതി വീട്ടമ്മയെ തലയ്ക്കടിച്ചും കുത്തിയും വീഴ്ത്തുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. പ്രതി ഇവരുടെ സുഹൃത്തും അയൽവാസിയും ഭർത്താവിന്റെ ബന്ധുവുമാണ്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ വീട്ടമ്മയെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. CCTV ന്യൂസ്, തൃത്താല. ചങ്ങരംകുളം പന്താവൂരിൽ KSRTC ബസ്സിൽ മിനി ഗുഡ്സ് ലോറി ഇടിച്ച് യാത്രക്കാർക്ക് പരിക്ക്. KSRTCയിലെ യാത്രക്കാരായ അടയൂർ സ്വദേശി ഹരീഷ് ബാബു, വളാഞ്ചേരി സ്വദേശി മൊയ്തീൻകുട്ടി എന്നിവർക്കാണ് പരിക്കേറ്റത്. സംസ്ഥാന പാതയിൽ പന്താവൂർ സെന്ററിൽ വെള്ളിയാഴ്ച കാലത്ത് 8 മണിയോടുകൂടിയായിരുന്നു അപകടം. തൃശൂർ ഭാഗത്ത് നിന്ന് കോട്ടയ്ക്കൽ ഭാഗത്തേക്ക് പോയിരുന്ന മിനി ഗുഡ്സ് ലോറി കോഴിക്കോട് ഭാഗത്ത് നിന്ന് തൃശൂർ ഭാഗത്തേക്ക് വന്നിരുന്ന KSRTC ബസ്സിൽ ഉരസുകയായിരുന്നു. ബസ്സിൽ തല ചായച്ച് കിടന്നിരുന്നവരുടെ കൈകൾക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. പരിക്കേറ്റവരെ ചങ്ങരംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പട്ടാമ്പി മണ്ഡലത്തിൽ 4ാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ മുതുതല, പട്ടാമ്പി നഗരസഭാ പ്രദേശങ്ങളിലാണ് സ്ഥാനാർത്ഥി പര്യടനം നടത്തിയത്. മോദി സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികൾ സാധാരണക്കാരിൽ മതിപ്പുളവാക്കിയിട്ടുണ്ടെന്നും അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും C കൃഷ്ണകുമാർ പറഞ്ഞു. പാലക്കാട് പാർലമെന്റ് മണ്ഡലം NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ 4ാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചരണവുമായാണ് പട്ടാമ്പി മണ്ഡലത്തിൽ വെള്ളിയാഴ്ച പര്യടനം നടത്തിയത്. വെള്ളിയാഴ്ച രാവിലെ മുതുതല ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷമായിരുന്നു പ്രചരണം ആരംഭിച്ചത്. പ്രഭാത ഭക്ഷണവും ക്ഷേത്രത്തിൽ നിന്നുമായിരുന്നു. തുടർന്ന് സമീപത്തെ വീടുകളിൽ കയറി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥന നടത്തി. പട്ടാമ്പി നഗരസഭാ പ്രദേശത്തെ വിവിധ വീടുകളിലും വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥന നടത്തുവാൻ C കൃഷ്ണകുമാർ എത്തി. പട്ടാമ്പി, വള്ളൂർ, കൊടലൂർ തുടങ്ങിയ ഭാഗങ്ങളിലും സ്ഥാനാർത്ഥി പര്യടനം നടത്തി. മോദി സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ സാധാരണക്കാർക്കിടയിൽ മതിപ്പുണ്ടാക്കിയിട്ടുണ്ടെന്നും അത് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ പറഞ്ഞു. പാർലമെന്റ് മണ്ഡലത്തിൽ NDAയുടെ പ്രചരണം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടെന്നും വലിയ ആത്മവിശ്വാസമാണ് വിവിധ കേന്ദ്രങ്ങളിൽ എത്തുമ്പോൾ ലഭിക്കുന്നതെന്നും സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ സൂചിപ്പിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചരണം വളരെ ഊർജിതമായിട്ട് മുന്നോട്ട് പോവുക. 4ാം ഘട്ട പ്രചരണം അവസാനിക്കുന്ന സമയത്ത് വലിയ പ്രതികരണമാണ്, അനുകൂലമായിട്ടുള്ള പ്രതികരണമാണ് ജനങ്ങളുടെ നിന്ന് ലഭിക്കുന്നത്. മോദി സർക്കാർ ചെയ്ത ജനക്ഷേമ പദ്ധതികളും അതുപോലെ തന്നെ വികസന പ്രവർത്തനങ്ങളും ഏറ്റവും സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിലടക്കം വലിയൊരു മതിപ്പ് മോദി സർക്കാരിനെയും പ്രധാനമന്ത്രിയെയും സംബന്ധിച്ചുണ്ടാക്കിയിട്ടുണ്ട്. ജനങ്ങൾ അവർക്ക് ഇത്രയും കാലമായിട്ട് ലഭിക്കാത്ത പല ആനുകൂല്യങ്ങളും സർക്കാർ സംവിധാനങ്ങളും മോദി ഗവൺമെൻറ് വന്ന ശേഷമാണ് അവർക്ക് ലഭിക്കുന്നതെന്ന് അവർക്ക് ബോധ്യമായിട്ടുണ്ട്. 2 മുന്നണികളെയും സംബന്ധിച്ച് അവർക്ക് വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട്. 2 മുന്നണികളുടെയും ജനപ്രതിനിധികൾ കേരളത്തിൽ നിന്ന് ജയിച്ചു പോയിട്ട് കേരളത്തിനായിട്ടും അതുപോലെ തന്നെ പാലക്കാടിനായിട്ടും ഒന്നും നേടിയെടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ള ബോധ്യം അവർക്കുണ്ട്. 2 ആളും ജയിച്ചു പോയാലും അവിടെ വാളയാർ കഴിഞ്ഞാൽ അവർ ഒറ്റക്കെട്ടാണെന്നും മോദിയെ എതിർക്കാനും ഈ രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താനുമാണ് ഇവർ പോകുന്നതെന്നുള്ള ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. പാലക്കാട് കാലാകാലങ്ങളായിട്ടുള്ള വികസന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ NDA പിന്തുണയ്ക്കുന്ന നരേന്ദ്രമോദിക്കൊപ്പം നിൽക്കുന്ന ഒരു ജനപ്രതിനിധി പാലക്കാട് നിന്നും തിരഞ്ഞെടുക്കപ്പെടണമെന്ന് ജനങ്ങളുടെ ആഗ്രഹമായി മാറിയിട്ടുണ്ട്. ഇത്തവണ അത് ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വോട്ടായി മാറും. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ വലിയ ഭൂരിപക്ഷത്തിന് വിജയിക്കാൻ കഴിയുന്നുള്ള ആത്മവിശ്വാസം. BJP നേതാക്കളും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. കൊപ്പം മേഖലകളിലും സ്ഥാനാർത്ഥി പര്യടനം നടത്തി. ഇടവേള കഴിഞ്ഞ് കൂടുതൽ വാർത്തകൾ. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00,
89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തകൾ തുടർന്നു. പ്രധാന നേതാക്കൾ മത്സരിക്കുന്ന മണ്ഡലത്തിൽ പോലും സ്വന്തം കൊടി ഉപയോഗിക്കാൻ ധൈര്യമില്ലാത്തവരാണോ രാജ്യത്തിന്റെ മതേതരത്വം കാത്തു സൂക്ഷിക്കുമെന്ന് പറയുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ചെർപ്പുളശ്ശേരിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അവസരവാദപരമായ നിലപാട് ഭരണവർഗം, പ്രത്യേകിച്ച് RSSും BJPയും സംഘപരിവാർ വിഭാഗങ്ങളും അതിനെ ശക്തിയായി എതിർക്കേണ്ടുന്ന കോൺഗ്രസ് ഉൾപ്പെടെ എടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് ഗോതയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ചിത്രം. ദ കേരള സ്റ്റോറി എന്ന ഒരു സിനിമ കലാമൂല്യമോ സാമൂഹ്യ പ്രതിബദ്ധതയോ ശാസ്ത്രീയമായ സാമൂഹ്യ ദർശനങ്ങളോ ഒന്നുമില്ലാത്ത, ശരിയായി പറഞ്ഞാൽ മുസ്ലിം വിരുദ്ധതയും കേരള വിരുദ്ധതയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയും കുത്തി നിറച്ച ഒരു സിനിമ തെരഞ്ഞെടുപ്പിൻ്റെ ഈ സന്ദർഭത്തിൽ ദൂരദർശൻ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുക. ഇത് സത്യം പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള കോഡ് ഓഫ് കോണ്ടക്റ്റിന് യോജിച്ച ഒന്നല്ല. ബോധപൂർവം ഇന്ത്യയിലുടനീളം മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കേരള വിരുദ്ധതയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയും പ്രചരിപ്പിക്കാനുള്ള ഒരു സന്ദർഭമായിട്ട് അവർ ഉപയോഗിക്കുകയാണ് BJP എന്നുള്ളതാണ് സത്യം. SDPI UDF ബന്ധം ആസൂത്രിതമായ നീക്കമാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആരോപിച്ചു. രാഹുൽ ഗാന്ധി ഉൾപ്പെടെ പ്രധാന നേതാക്കൾ മത്സരിക്കുന്നിടത്ത് പോലും സ്വന്തം കൊടി ഉയർത്തുവാൻ ധൈര്യമില്ലാത്തവരാണോ വർഗീയതയ്ക്കെതിരെ പോരാടുന്നതെന്നും MV ഗോവിന്ദൻ ചോദിച്ചു. കേരള സ്റ്റോറി സിനിമ ദൂരദർശനിൽ പ്രദർശിപ്പിക്കുന്നതിന് പിന്നിൽ BJPക്കാരാണെന്നും MV ഗോവിന്ദൻ തുറന്നടിച്ചു. ചെർപ്പുളശ്ശേരിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബോധപൂർവം മുസ്ലിം വിരുദ്ധ പ്രചരിപ്പിക്കുകയാണ് ഈ സിനിമ ദൂരദർശനിൽ പ്രദർശിപ്പിക്കുന്നതിന് പിന്നിലെ ലക്ഷ്യം. കേരള കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ കുത്തിനിറച്ച സിനിമയാണിതെന്നും MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. തെരഞ്ഞെടുപ്പിൻ്റെ ഈ സന്ദർഭത്തിൽ ദൂരദർശൻ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുക. ഇത് സത്യം പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള കോഡ് ഓഫ് കോണ്ടക്റ്റിന് യോജിച്ച ഒന്നല്ല. ബോധപൂർവം ഇന്ത്യയിലുടനീളം മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കേരള വിരുദ്ധതയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയും പ്രചരിപ്പിക്കാനുള്ള ഒരു സന്ദർഭമായിട്ട് അവർ ഉപയോഗിക്കുകയാണ് BJP എന്നുള്ളതാണ് സത്യം. BJPക്കാർ തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്. കേരളത്തിലെ ജനങ്ങളൊന്നും അത് കണ്ടില്ല. അതെല്ലാം പൂർണ്ണമായിട്ടും അത് ജനങ്ങൾ തിരസ്കരിച്ച ഒരു പടമാണ്. അതാണിപ്പോൾ ഈ സന്ദർഭത്തിൽ വിവിധ മേഖലയിലൂടെ പ്രദർശിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇതിനെതിരായിട്ട് ഈ പടം നിരോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ബംഗാൾ ഗവൺമെൻറ് മുമ്പ് തന്നെ കോടതിയിൽ പോയിട്ടുള്ളതാണ്. ആ കോടതിയിൽ പോയ കാര്യം സംബന്ധിച്ചുള്ള വിധി ഇതേവരെ വന്നു കഴിഞ്ഞിട്ടില്ല. അപ്പോൾ തീർച്ചയായും ആയിരക്കണക്കിന് മുസ്ലിം സ്ത്രീകൾ ലവ് ജിഹാദിൻ്റെ ഭാഗമായും പിന്നെ ലോകത്തിൻ്റെ വിവിധ മേഖലയിലുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങളിലേക്ക്, ഭീകരവാദ പ്രസ്ഥാനങ്ങളിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുന്ന ഒരു റിക്രൂട്ടിംഗ് ഏജൻസിയാണ് കേരളം എന്ന് വരുത്താനും കമ്മ്യൂണിസ്റ്റുകാരെ അപഹസിക്കും വേണ്ടിയാണ് ഈ പടം യഥാർത്ഥത്തിൽ. SDPI UDF ബന്ധം ഇന്ത്യൻ സൈന്യത്തിൽ ഉൾപ്പെടെ സംഘപരിവാർ അവരുടെ അജണ്ട നടപ്പാക്കുകയാണ്. ഇത് രാജ്യസുരക്ഷയെ ഗൗരവമായി ബാധിക്കും. കോൺഗ്രസ് പ്രകടന പത്രികയിൽ CIA പറ്റി ഒരക്ഷരം പറയുന്നില്ലെന്നും കേരളത്തിൽ 20 സീറ്റിലും LDF വിജയം ഉറപ്പാക്കുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. വളരെ പ്രധാനമായിട്ടും ചർച്ച ചെയ്തുകൊണ്ടിരുന്ന വളരെ
കാര്യമായിട്ടൊരു കാര്യം നമുക്കെല്ലാം അറിയുന്നത് പോലെ SDP-യുടെ UDF-ഉമായിട്ട് ബന്ധപ്പെട്ട ബന്ധമാണ്. ഇന്നലെ വളരെ മയമായി യാതൊരു തരത്തിലുള്ള മൂർച്ചയുമില്ലാതെ കൃത്യത വരുത്താതെ പ്രതിപക്ഷ നേതാവും KPCC ആക്ടിംഗ് പ്രസിഡന്റ് എന്ന് പറയുന്ന MM വാസനും ചേർന്ന് ഒരു പത്രസമ്മേളന പ്രവർത്തനം നടത്തി. എന്നിട്ട് SDP-യുമായി ഞങ്ങൾ കൂട്ടുകൂടുന്നില്ല എന്ന് പറയുകയും അടുത്ത ശ്വാസത്തിൽ എല്ലാവരുടെയും വോട്ട് ഞങ്ങൾക്ക് വേണം എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്ന നില ഈ കേരളം മുഴുവൻ കണ്ടു. കോൺഗ്രസിൻ്റെ പരാജയത്തിൻ്റെ അളവ് കുറക്കാനാണ് തീവ്രവാദ ശക്തികളുമായിട്ട് ഐക്യമുണ്ടാക്കുന്നത് എന്ന് ഞങ്ങൾ ഇന്നലെ തന്നെ പറഞ്ഞതാണ്. ചാലിശ്ശേരി സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷി ഡേ കെയർ അംഗങ്ങളുടെ ഇഫ്താർ കുടുംബ സംഗമം സംഘടിപ്പിച്ചു. ചാലിശ്ശേരി മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് മഹല്ല് ഖത്തീബ് അസ്കർ കമാലി ഫൈസി മുഖ്യ സന്ദേശം നൽകി. സഹയാത്രാ പ്രസിഡന്റ് VV ബാലകൃഷ്ണൻ അധ്യക്ഷനായി. സെക്രട്ടറി വാസുണ്ണി പട്ടാഴി, ഭരണസമിതി അംഗം ഗോപിനാഥ് പാലഞ്ചേരി, പഞ്ചായത്ത് വികസന സമിതി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹുസൈൻ പുളിയഞ്ഞാലിൽ, കോർഡിനേറ്റർ TA രണദിവെ എന്നിവർ സംസാരിച്ചു. മഗ്രിബ നമസ്കാരത്തിനായി ബാങ്ക് വിളിച്ചതോടെ ഈത്തപ്പഴം, കാരയ്ക്ക, മുന്തിരി, മാമ്പഴം, തണ്ണിമത്തൻ എന്നീ പഴവർഗ്ഗങ്ങളും സമൂസ, തരിക്കഞ്ഞി എന്നിവയുടെ നോമ്പുതുറ തുടങ്ങി. ഹാളിൽ ഒരുക്കിയ നമസ്കാരത്തിന് ശേഷം പൊറോട്ട, പത്തിരി, നെയ്ച്ചോർ, ഇറച്ചിക്കറി എന്നിങ്ങനെ സ്നേഹവിരുന്നുമുണ്ടായി. ഗ്രാമത്തിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന നിരവധി പേർ ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തു. ഭിന്നശേഷി അംഗങ്ങൾക്ക് വസ്ത്രങ്ങൾ, പലവ്യഞ്ജനങ്ങൾ എന്നിവയടങ്ങിയ റംസാൻ കിറ്റുകളും ചടങ്ങിൽ വിതരണം ചെയ്തു. സഹയാത്രാ പ്രസിഡന്റ് VV ബാലകൃഷ്ണൻ, സെക്രട്ടറി വാസുണ്ണി പട്ടാഴി, മാർവൽ ക്ലബ്ബ് പ്രസിഡന്റ് MM അഹമ്മദുണ്ണി, മുഹമ്മദ് മുനീർ, ബ്ലോക്ക് മെമ്പർ ബാബ മാളിയേക്കൽ, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. CCTV ന്യൂസ്, തൃത്താല. കേരളം എന്ന മാനവികത എന്ന വിഷയത്തിൽ പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. തളി പിലാക്കാട് നടന്ന സെമിനാർ പുക്കാസ സംസ്ഥാന കമ്മിറ്റി അംഗം V മുരളി ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ ജോൺ ജോഫി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. യോഗത്തിന് രതീഷ് വരവൂർ അധ്യക്ഷത വഹിച്ചു. കവയത്രി ചിത്രലേഖ ടീച്ചർ, കൊമ്പു കലാകാരൻ രാജൻ വരവൂർ, സഞ്ചാര സാഹിത്യ കലാകാരൻ VKS അടികൾ, സാമൂഹ്യ പ്രവർത്തകൻ വിനോദ് തളി, വിദ്യാർത്ഥിനി സാന്ദ്ര എന്നിവരെ പൊന്നാട ചാർത്തി ആദരിച്ചു. ഇതോടെ നിളയോര വിശേഷങ്ങൾ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.